പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായി ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുൻപ് പതിച്ചു കൊടുത്ത അല്ലെങ്കിൽ അനുവദിച്ച ഒരു സ്ഥലത്താണ് മനുവിൻ്റെ വീടുള്ളത്. ആ കാലത്തെപ്പോഴോ പണിഞ്ഞൊരു വീടാണിത്. കാരണം ഇതിൻ്റെ ചെങ്കല്ലാണ് പൂർണ്ണമായും അതിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഓട് മേഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വശത്തേക്ക് സിമൻറ്റ് കട്ട കൊണ്ടൊരു ചാർത്തിറക്കിയിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട കെട്ടിടത്തിന് ഏറ്റവും കുറഞ്ഞത് 10-25 വർഷമെങ്കിലും ഉണ്ടാവും. എന്ന് മാത്രവുമല്ല, ഈ ഓടിൻ്റെ താഴത്തെ തടി, ഉത്തരവും കഴുക്കോലുമൊക്കെ ജീർണാവസ്ഥയിലാണ്. വെള്ളം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി മുകളിൽ പടുത കെട്ടിയിരിക്കുകയാണ്. എന്നാലും നമുക്കകത്തേക്ക് കയറിയാൽ കാണാൻ വേണ്ടി സാധിക്കും വെള്ളം താഴേക്ക് വീഴുന്നൊരവസ്ഥയുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടുക്കള ഭാഗമാണിത്. ഈ അടുക്കള ഭാഗത്തിൻ്റെ ഒരു സിമൻറ്റ് കട്ട കൊണ്ട് ഇറക്കിയ ഭാഗമാണ്. അതിനും ഏകദേശം ഒരു 10-20 വർഷത്തിലധികമെങ്കിലും പഴക്കമുണ്ടാകും. ആ ഭാഗമൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോകുന്ന അവസ്ഥയിലാണുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് മിഥുൻ, ഇത് അധികം ദൂരമൊന്നുമല്ല, ഒരു 3 കിലോമീറ്ററിനടുത്ത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ പഠിച്ചിരുന്ന സ്കൂള് അതുതന്നെയാണ്. കൂടുതലും ഇവിടെയുള്ള ആളുകൾ, നമ്മളോട് സംസാരിക്കുന്ന ആളുകൾക്ക്, അവരൊക്കെ പഠിച്ചതും അവിടെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നത്, അതായത് 7ാം ക്ലാസ് വരെ ഇവിടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ഹൈസ്കൂളിലാകുമ്പോഴത്തേക്ക് സാധാരണ ഈ കുട്ടികളെല്ലാം ആ സ്കൂളിലേക്കാണ് പോകുന്നതും. അതുകൊണ്ട് അങ്ങനെ ആ സ്കൂള് ഇവർക്ക് ഒരു അപരിചിതമായൊരു സ്ഥലമല്ല. പക്ഷേ ഇങ്ങനെ ഒരു അപകടമുണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതും സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന്, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, KSEBയുടെ ഭാഗത്ത് നിന്ന്, ഇങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വമില്ലായ്മയുടെ അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വമാണ് ഇല്ലായ്മയാണ് ഈ ഒരു അപകടത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഒരു ഭിത്തിയൊക്കെ നമുക്ക് കാണാം. മിഥുനും അവന്റെ അനിയനുമൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇതിൽ നിറയുള്ളത്. സാധാരണ നിലയിൽ നമ്മൾ വീട്ടിലൊക്കെ കാണുന്നത് പോലെ, നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്നത് പോലത്തെ ചിത്രങ്ങളാണ് ഈ ഭിത്തിയിലും ഉള്ളത്. ഈ ഭിത്തിയേ ഉള്ളൂ ഒരുപക്ഷെ അത്യാവശ്യം വൃത്തിയുള്ളൊരു ഭിത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ ഇതേപോലെ പൂശാത്തതും തേപ്പൊക്കെ ഇളങ്ങിയ ഭാഗമാണ് ഉള്ളത്. അത്രയ്ക്ക് ഒരു സാമ്പത്തികമായ ഒരു അത്ര നല്ലതല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു മിഥുൻ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അവൻ്റെ അച്ഛൻ്റെ ഒരു വരുമാനം മാത്രമുണ്ടായിരുന്ന അമ്മ വിദേശത്തേക്ക് പോയതും ഒരുപക്ഷെ ഈ മകൻ്റെ പഠിത്തവും വീടിൻ്റെ പുനർനിർമ്മാണവും ഒക്കെ ലക്ഷ്യം വെച്ചായിരിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് വളരാനും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയാണ് ആ അമ്മ വിദേശത്തേക്ക് പോയത്. ആ അമ്മ വിദേശത്തെവിടെയോ മകൻ്റെ മരണവാർത്ത അറിയാതെ മറ്റാരുടെയോ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായാലും ആ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ മാത്രമല്ല, ഭാര്യ ഈ വിവരം അറിയിക്കാൻ കഴിയാത്ത മനുവിന്റെ അവസ്ഥയും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മിഥുന്റെ അമ്മയെ വിവരം അറിയിച്ചതിന് ശേഷം മാത്രമല്ലേ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും. മകന്റെ വിയോഗ വാർത്ത അമ്മയെ അറിയിക്കാതെ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. അവരെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? നേരത്തെ ബന്ധുക്കളെയും മറ്റും സംസാരിച്ചപ്പോൾ അവർ അവിടെ ഒരു കുടുംബത്തെ സഹായിക്കാനായി വീട്ടിൽ ജോലിക്ക് വേണ്ടി പോയതാണ്. അവരുടെ യാത്രയ്ക്കൊപ്പം അവരെയും കൊണ്ടുപോയി കുട്ടികളെ നോക്കാനും മറ്റുമായിരിക്കും അവരേക്ക് പറഞ്ഞ പോലെ കൊണ്ടുപോയതാണ്. യമനിലാണ് എന്നതാണ് വിവരം. അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഈ വിഷയത്തിൽ? നേരത്തെ MLA സൂചിപ്പിച്ചത് കുവൈറ്റിൽ എന്നതാണ്. നേരത്തെ വന്ന വിവരങ്ങൾ യമനിൽ എന്നതാണ്. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? കണ്ടെത്താനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടോ? ഈ വിവരം അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടോ? മന്ത്രിമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, നോർക്ക ഉൾപ്പെടെ ഇടപെടുന്നുണ്ടോ? അത്തരം എന്തെങ്കിലും വിവരം ഈ കുടുംബത്തെ ആരെങ്കിലും അറിയിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്, പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരോ സർക്കാർ പ്രതിനിധികളൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? അമ്മ കുവൈറ്റിലാണ് ജോലിക്കായി പോയത്. അവിടെ ആ കുടുംബം അവിടെ വെക്കേഷൻ ആവുന്ന, സ്കൂൾ കുട്ടികൾക്ക് വെക്കേഷൻ ആവുന്ന സമയമാണ്. ആ കുടുംബം ടൂറിനായി യമനിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവരും അവരോടൊപ്പം, ഹോം മെയ്ഡ് ആയതുകൊണ്ട് അവരും ആ കുട്ടികളോടൊപ്പം, ആ വീട്ടുകാരോടൊപ്പം യമനിലേക്ക് പോയത്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു പക്ഷേ എന്നും വിളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാകില്ല. ഗൾഫിലെ മൊബൈൽ ഫോണും സിമ്മും ഒന്നും അവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് വിളിക്കുകയുള്ളൂ എന്നുള്ളൊരു അറിയിപ്പ് ഇത് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ ഏജന്റ് വഴി എങ്ങനെയെങ്കിലും ഈ തൊഴിലുടമയെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെയൊക്കെ സഹായം ഇവർ തേടുന്നുണ്ട്. എന്തായാലും
അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടക്കമുള്ള പ്രാദേശിക ജനപ്രതിനിധികൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് അവരൊക്കെ പോയത്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നു പോകുന്നുമുണ്ട്. MLA എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് വിശദീകരണം നൽകിയിരുന്നു. ധനമന്ത്രിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിച്ച ശേഷം അവരും ഇവിടെ എത്തിയിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പായും അവരുടെ ഒരു പിന്തുണ, അവരുടെ ഒരു സാന്നിധ്യം കുടുംബത്തിന് നൽകുന്ന മാനസികമായ പിന്തുണയൊക്കെ വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഈ അപകടത്തിന് കാരണക്കാർ ആരാണെന്ന് കണ്ടെത്തി അത് കുറ്റക്കാർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പലതവണ പറയാറുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഈ നിരന്തരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകാതെ സ്വാഭാവികമായിട്ട് തന്നെ അപകടങ്ങളിൽ ആളുകൾ മരിക്കുന്നതൊക്കെ പതിവാണ്. പക്ഷേ ഇത് ബോധപൂർവമായി മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപകടം തന്നെയാണ്. നമ്മളുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സംവിധാനത്തിന്റെ പോരായ്മകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പൊതുവെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും കുഴപ്പമില്ല, അത് എത്ര വർഷമായി പോകുന്ന കമ്പിയാണ് എന്നൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ സാധാരണ നിലയിൽ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കാം. പക്ഷേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് നടപടിയെടുക്കുന്നതിന് മുൻപ് അപകടങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ക്രിയാത്മകമായ ഇടപെടലുകളുമാണ് ഉണ്ടാകേണ്ടത്.